തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് ഞങ്ങൾക്കറിയാം. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സ്തോത്രമർപ്പിക്കുവാൻ ഇടയാകുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, കൃപയുടെ കരുണയുടെ തണലിൽ കഴിയുമ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് ക്ലേശതയുടെ കാലഘട്ടങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒത്തിരിയേറെ നമ്മൾ ആവോളം അനുഭവിക്കുമ്പോഴും വിസ്മരിക്കാനാവാത്ത ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ക്ലേശതകളിലൂടെ വ്യക്തിജീവിതങ്ങൾ കടന്നുപോകും. പലരും ചോദിക്കും, ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കുന്നു, ഇത്രയേറെ കരുണയുടെ ജപമാലകൾ ചൊല്ലുന്നു, ഒത്തിരി കർത്താവിൻ്റെ സന്നിധിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു, എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറിയണം ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ നമ്മളിലും മറ്റുള്ളവരിലും വർഷിക്കപ്പെടുവാനും പ്രാർത്ഥനയിലൂടെ അനേകരെ നേടുവാനും വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അപരിമയമായ ഇടപെടലുകളാണ് ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെന്നുകൂടി തിരിച്ചറിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. പൗലോസ്ലീഹായും കൂട്ടുകാരും അവർ പറയുകയാണ്, കാരണം ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്നറിയാം. ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നല്ല കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നീ തിരിച്ചറിയണം, ഒരുപക്ഷെ ആ പ്രശ്നത്തിലൂടെ നീ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, അതിൽ ഒരു അനുഗ്രഹം നേടിയെടുക്കുവാനായിട്ട്, ആ പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതൽ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നിൽ മാത്രം അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നതാണ്. നിൻ്റെ സഹനങ്ങളിലൂടെ നീ സമാശ്വാസം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെയൊക്കെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനകളിലൂടെ നിൻ്റെ സഹനങ്ങൾ ദൈവം നീക്കുകയും കൃപ കൊണ്ട് ജീവിതത്തെ കൂടുതൽ പരിപുഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നിൽ മാത്രം ഒതുങ്ങിത്തീരാനുള്ളതല്ല. ഇതുപോലെ മറ്റനേകർ നീ കടന്നു വന്ന സഹന അനുഭവങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതാണ്. അവർക്ക് ഈ സഹനത്തിൽ നിന്ന് കരകയറുവാൻ, അതിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുവാനായിട്ടുള്ള ഇടപെടലുകൾ നീ ചെയ്യുവാൻ വേണ്ടി ദൈവം നൽകുന്നതാണ്. ഒരു കുടുംബം അത് വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളായിരുന്നു. ഒരു 3 കുടുംബങ്ങൾ, അവർ 3 മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരായിരുന്നു. ഒരു കുടുംബം കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കരുണക്കൊന്ത ചൊല്ലുന്നു, ജീവിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സാമ്പത്തിക തകർച്ച വന്നത്. അവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ വലിയൊരു തകർച്ച, സാമ്പത്തികമായ ഒരു തകർച്ച കടന്നു വന്നു. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ദിവസങ്ങൾ വെള്ളം മാത്രം പാനം ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ ഈ കുടുംബം കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസത്തിൽ നിലനിന്നു.
കരുണ പ്രാർത്ഥനകൾ, കരുണയുടെ ജപമാലകൾ ചൊല്ലും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ദൈവവചനത്തിൽ വായിച്ച് ധ്യാനിച്ച് ആശ്വാസം കണ്ടെത്തിയൊക്കെ അവർ പോവുകയാണ്. അവർ കാത്തിരിക്കുകയാണ് പ്രത്യാശയോടെ. കാരണം ദൈവം ഇടപെടും, സത്യമായും ദൈവം ഇടപെടുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു പോയി. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ദൈവം തന്നെ ഈ തകർച്ചയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ദൈവം ചില വ്യക്തികളെ വിട്ട് അവരുടെ സാമ്പത്തിക തകർച്ചയെ എടുത്തു മാറ്റുവാനായിട്ട്, അവരുടെ സഹായത്തോടെ കരകയറുവാനായിട്ട് ദൈവം തന്നെ വഴി കാണിച്ചു കൊടുത്തു, ഇടപെട്ടു. അവർ പിന്നെ നല്ല സാമ്പത്തിക നിലയിലെത്തി. ഇതുപോലെ തന്നെ അവരുമായി സൗഹൃദത്തിൽ കഴിയുന്ന മറ്റ് മതവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന 2 കുടുംബങ്ങൾ, അവരും നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്കും ഇതുപോലെ ഒരു തകർച്ച സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തു വിശ്വാസത്തിലൂടെ ഈ തകർച്ചയെ നേരിട്ട വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ മറ്റ് തകർച്ചയിൽ കിടക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നീ എപ്രകാരം ഇതിൽ നിന്ന് കരകയറിയോ അതുപോലെ അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം, അവരെ സഹായിക്കുവാനായിട്ട് കഴിയണം. അതിനുവേണ്ടിയാണ് ദൈവം ചില ക്ലേശങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. എനിക്ക് അറിയാവുന്ന എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹോദരൻ്റെ ജീവിതമാണ്. അദ്ദേഹം ലണ്ടനിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ദിവസം ലണ്ടനിൽ നിന്ന് എന്നെ ഫോൺ വിളിക്കുകയാണ്. രാത്രി ഒരു 11 മണിയായി. രാത്രി 11 മണിക്ക് ഒരു ഇൻ്റർനാഷണൽ കോള് ഞാൻ എടുത്തു. അവനിങ്ങനെ അവൻ്റെ സംഭവം അവൻ വിവരിക്കുകയാണ്. അച്ഛാ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഫാമിലിയായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുകയാണ്, എൻ്റെ ഭാര്യ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്, അവർ KTS ക്ലാസ്സുകളിലൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണ്. അച്ഛാ, പെട്ടെന്ന് വല്ലാത്തൊരു തകർച്ചയിലാണ് അച്ഛാ ഞാനിന്ന്. എനിക്ക് ആത്മഹത്യ ചെയ്യണോ അതോ എൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് എനിക്കറിയില്ല അച്ഛാ. ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു തകർച്ച എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ മകൻ അവൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ച വേദനയോടെ എന്നോട് വിവരിക്കുവാനായിട്ട് തുടങ്ങി. അച്ഛാ, അവിടെയുള്ള ഒരു ഫോറിൻ ലേഡി, ഈ സാധാരണ ലണ്ടനിലൊക്കെ ഇങ്ങനെയൊരു ഇടപെടലുണ്ടെന്ന് പറയുകയാണ്. കാരണം അവർ ഈ വിൻ്റർ സമയമാകുമ്പോൾ ജോലി ചെയ്യുന്നവർ ആ ജോലി സ്ഥലത്തിന് അടുത്തുള്ള ഏതെങ്കിലും ഭവനങ്ങളിൽ താമസിക്കുവാനായിട്ടൊക്കെ അവർ സഹായം തേടാറുണ്ട്. അങ്ങനെ ഇവൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു ഫോറിൻ ലേഡി, ഒരു വിദേശ വനിത ഇവനോട് വന്ന് സ്നേഹത്തോടെ പറഞ്ഞു, എനിക്ക് ഒരു സഹായം തരണം, ഈ വിൻ്റർ സീസണിൽ എനിക്ക് കുറച്ച് നാൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനായിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ശുദ്ധതയുള്ള നല്ല മനസ്സുള്ളവനായതുകൊണ്ട് അവൻ ആ ലേഡിയുടെ ആ വാക്ക് കേട്ട് പറഞ്ഞു, ഓക്കെ, വന്ന് താമസിച്ചോളൂ, കുഴപ്പമില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയും 2 മക്കളും ഒക്കെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ അവിടെ വന്ന് താമസിച്ചു, ഒരാഴ്ചയോളം താമസിച്ചു. അത് കഴിഞ്ഞ് അവർ ആ വിൻ്ററിൻ്റെ ഇതെല്ലാം അല്പം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് പോയി, വീട് വിട്ടു പോയി. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവന് ഒരു അന്വേഷണമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടുകയാണ്. ഇവനെ ക്വസ്റ്റ്യൻ അധികാരികൾ ഇവനെ വിളിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവൻ്റെ മേലൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക. ഇവൻ ഞെട്ടിപ്പോയി. ഇവനെ മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, സഹായമേ ചെയ്തിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ ഒരു തന്ത്രശാലിയായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ ഈ വിൻ്റർ സീസണിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് അവരുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് അവനിൽ നിന്ന് പൈസ കൈകാര്യം എടുക്കുവാനായിട്ട് സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അവളെ ശാരീരികമായിട്ട് ഈ ചെറുപ്പക്കാരൻ ദുരുപയോഗിക്കാനായിട്ട് പരിശ്രമിച്ചു, അല്ലെങ്കിൽ അവളെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു, അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തു. ഞെട്ടിപ്പോയി അവൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു കംപ്ലൈൻറ്റ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഥമാദൃഷ്ടിയിലുള്ള സാഹചര്യങ്ങൾ വെച്ച് ഓഫീഷ്യൽസ് ഒരു നിലപാടെടുക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ അന്വേഷണത്തിന് നിൻ്റെ ഈ കുറ്റം അന്വേഷിച്ച് അത് തെളിയിക്കുന്നതുവരെ നിനക്കിനി ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. പ്രിയമുള്ളവരെ, അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതൊരു കംപ്ലൈൻ്റായിട്ട് ചെന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ഇനി ഇത് ക്ലിയർ ചെയ്യുന്നതുവരെ നീ ജോലിക്ക് വരണ്ട. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അവൻ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അവൻ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ നമ്പർ കളക്ട് ചെയ്ത് എന്നെ വിളിച്ചിട്ട് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അച്ഛാ, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ, ആർക്കും ഞാൻ ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
ജോലിക്ക് പോകാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അതിനേക്കാളുപരി അവിടെയുള്ള മലയാളി ഫാമിലീസും മറ്റുള്ളവരും ഒക്കെ അറിഞ്ഞു. അവരൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് വെച്ചാൽ ഞാൻ വല്ലാത്തൊരു സംഘർഷത്തിലാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനോട് പറഞ്ഞു, എല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്കില്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. വിശ്വാസിയുടെ ജീവിതത്തിൽ ചെറിയ നമ്പുരങ്ങൾ വരുമ്പോൾ അഗ്നിശോധനയിൽ ഈ സ്വർണം ഉലയിലെന്നതുപോലെ അഗ്നിശോധന ചെയ്യുന്നത് പോലെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ കുറേ വചനങ്ങൾ അവനോട് പറഞ്ഞു, കരുണക്കൊന്ത ചൊല്ലുക, നീ പ്രാർത്ഥിക്കുക, വീണ്ടും നീ തുടർന്നും കരുണക്കൊന്ത ചൊല്ലാനായിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പണ്ടുകാലം മുതലേ ഈ കരുണക്കൊന്ത ചൊല്ലുന്നുണ്ടച്ചാ, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഈ ദുരിതം, ഈ തകർച്ച എന്നവൻ അറിയാതെ ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കാം, അച്ഛൻ എനിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, പിന്നെ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഫോൺ വരും, അച്ഛാ പ്രശ്നമൊന്നും തീർന്നിട്ടില്ല, അവരിപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്, ഇപ്പോഴൊന്നും ആയിട്ടില്ല, സമയം ഇനിയുണ്ട്, അത് തെളിയിക്കണം. ഇവന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവൻ പറയുകയാണ്, അച്ഛാ മാസങ്ങൾ കഴിഞ്ഞു, 10 മാസമായി ജോലി ഇല്ലാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ഒറ്റ ശമ്പളം കൊണ്ട് വാടക കൊടുക്കണം, മറ്റു പലതും ചെയ്യണം, വല്ലാത്ത ബുദ്ധിമുട്ടാണ് അച്ഛാ, എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു, നീ തുടർന്നും പ്രാർത്ഥിക്കുക, കർത്താവ് തക്ക സമയത്ത് ഇടപെടും, നീ നിരാശപ്പെടരുത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും ഏതെങ്കിലുമൊക്കെ. കാരണം മനുഷ്യൻ ചിലപ്പോൾ ചില പിശാചിൻ്റെ നിരാശപ്പെടുത്തുന്ന ചിന്തകൾ കൊടുത്ത് ചിലപ്പോൾ ആത്മഹത്യയിൽ തന്നെ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പിശാച് സൃഷ്ടിക്കും. അതുപോലെ ഇവൻ്റെ ജീവിതത്തിലും ഈ പിശാച് ഒരു ചിന്ത കൊടുത്തു, മരിച്ചുകളാ, കാരണം നീ ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ, ഇത്രയൊക്കെ ചെയ്തില്ലേ. അവനറിയാതെ ഒരു പ്രാവശ്യം തന്നെ അവൻ്റെ വെയിൻ മുറിക്കാനായിട്ട് അവൻ ശ്രമിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കരുണ അവനെ പെട്ടെന്ന് പൊതിഞ്ഞു പിടിച്ചു. കാരണം അത് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ചിന്ത പിന്നെ അതിനെ ഓർത്ത് അനുദപിച്ചു. അവൻ പെട്ടെന്ന് വീണ്ടും അതൊക്കെ റിക്കവർ ചെയ്ത് നിൽക്കുക. 13 മാസമായി കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്ത വേദന. വീണ്ടും അവൻ എന്നോട് വിളിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഞാനും ആ ഇടയ്ക്കൊക്കെ അവനെ ഓർക്കുമ്പോഴൊക്കെ അവന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഏകദേശം 17 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2-3 മാസം ഒരു അറിവുമില്ല, ഒരു ഫോൺ വിളിയുമില്ല. 17 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫോൺ കോള് രാത്രിയിൽ വരികയാണ്. അച്ഛാ, എല്ലാം കർത്താവ് ക്രമീകരിച്ചു. എൻ്റെ നിസ്സഹായതയും അതുപോലെ തന്നെ എൻ്റെ നിഷ്കളങ്കതയും അതുപോലെ ഞാൻ തെറ്റ് ചെയ്തില്ല എന്നും അവിടുത്തെ ഒഫീഷ്യൽസിനും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, നിൻ്റെ മേലൊരു കംപ്ലൈൻറ്റും ഇല്ല, നിനക്കിനി ജോലിക്ക് പോകാം. ഞങ്ങൾ ആ പെൺകുട്ടി കംപ്ലൈൻറ്റ് ചെയ്ത ഈ സ്ത്രീയുടെ അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്ത് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ സന്തോഷത്തോടെ പറയുകയാണ്, അച്ഛാ, കർത്താവിൻ്റെ കരുതലും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നെ സഹായിച്ചു. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കരുണയുടെ കരത്തിൻ കീഴിലായിരിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ക്ലേശകരമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാനായിട്ട് പാടില്ല. അപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. ക്ലേശതയുടെ കാലഘട്ടത്തിലും പ്രാർത്ഥനയിലൂടെ ജീവിതം നയിക്കുവാൻ കരുണയുള്ള ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇനി രക്ഷയില്ല എന്ന് കരുതി ഇനി ഒന്നും വേണ്ട, പള്ളി വേണ്ട, കൂദാശകൾ വേണ്ട, വചനവായന വേണ്ട, പ്രാർത്ഥന വേണ്ട, ഇതെന്ത് എന്ന് ആവർത്തിച്ച് നിൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ നീ അല്പം കൂടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അല്പം കൂടെ തീഷ്ണതയോടെ കരുണയുടെ ജപമാല മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. നിന്നെ വേദനിപ്പിച്ചവരെ, നിന്നെ കള്ളക്കേസിൽ കുടുക്കിയവരെ വെറുക്കാതെ, അവർക്കെതിരെ പരാതി പറയാതെ നീ അവരുടെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങുവാൻ പ്രാർത്ഥിച്ചാൽ കരുണയുള്ള ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ചെറുപ്പക്കാരൻ അവൻ്റെ കുടുംബജീവിതത്തിൽ കർത്താവ് കൂടുതൽ അനുഗ്രഹങ്ങൾ, കൃപകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവൻ എന്നോട് പങ്കുവച്ചു. അതേ പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായ ദുസ്സഹമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. കാരണം മരിക്കണമെന്നുള്ള മരണഭയം പോലും നമ്മളെ ചുറ്റി വരിയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നീ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കരുത്. ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശയിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ച് കാത്തിരുന്നാൽ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാരണം
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സഹനാനുഭവങ്ങളെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതുപോലെ സമാനമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുമ്പോൾ അവരെ ബലപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അവരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം അനുവദിച്ച പരീക്ഷണങ്ങളാണ് എന്ന് നീ മനസ്സിലാക്കണം. ദൈവം നിനക്ക് നൽകിയ പാഠങ്ങളാണ് ഈ സഹനങ്ങളെന്ന് നിനക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ പ്രാർത്ഥനാ സഹായം തേടാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കാലഘട്ടമാണ് സഹന കാലഘട്ടങ്ങൾ. ക്ലേശങ്ങളുടെ കാലഘട്ടങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളതാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. കൊളോസ്യോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-2 കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഈ ചെറുപ്പക്കാരനും ചെയ്ത് അതായിരുന്നു. അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പിന്നെ ഈ കേസിൽ കിടന്ന് ഈ മാസങ്ങൾ നീങ്ങി പോകുമ്പോഴും അവന് ഏക ആശ്രയമെന്ന് പറയുന്നത് അവൻ വീട്ടിലെ മുറിയിലിരുന്ന് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. കണ്ണുനീരോടെ ജപമാല ചൊല്ലും, കണ്ണുനീരോടെ കരുണക്കൊന്ത ചൊല്ലും, കണ്ണുനീരോടെ വചനം വായിച്ച് കാത്തിരുന്നു കർത്താവ് തക്ക സമയത്ത് അവൻ്റെ നിഷ്കളങ്കതയെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി. അതിനു മുമ്പ് വരെ പലരും അവനെ സംശയിച്ചു. അവൻ്റെ കൂട്ടത്തിലുള്ള, അവൻ്റെ ചുറ്റുപാടുകളിലുള്ള, അവൻ്റെ സൗഹൃദങ്ങളിലുള്ള കുടുംബത്തിലുള്ള അംഗങ്ങൾ പോലും അവരറിയാതെ സംശയത്തിൻ്റെ നിഴലിൽ അവനെ നിർത്തി. എന്നാൽ ദൈവം അവൻ്റെ മനസാക്ഷിയിലെ നിർമ്മലതയെ ലോകത്തിൻ്റെ മുമ്പിൽ, ആ ചുറ്റുപാടുകളിലുള്ളവരുടെ മുമ്പിൽ തക്ക സമയത്ത് വെളിപ്പെടുത്തി. ഇതുപോലെ അന്യായമായി ഒരുപക്ഷെ നീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ തക്ക സമയത്ത് നിൻ്റെ നിഷ്കളങ്കതയും നിൻ്റെ നിരപരാധിത്വവും ദൈവം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലായിരിക്കുക. മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുക. നിരാശ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നിരാശ ഉള്ളിൽ കടന്നു വരുമ്പോൾ തിരിച്ചറിയണം, അത് പിശാച് നിന്നെ തകർക്കാനായിട്ട് അവൻ ഇട്ടുതരുന്ന തിന്മകളാണ്. അവൻ ഇട്ടുതരുന്ന വിത്തുകളെ നീ വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ക്ഷമയുടെ നന്മകൾ കൊണ്ട് അതിനെ എരിയിച്ച് കളയാനായിട്ട് കഴിയണം. അവിടെ നിനക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 17 പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉടനടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെടാനായിട്ട് പാടില്ല. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. സഹനങ്ങളുടെ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ അനുഭവങ്ങളായിട്ട് മാറ്റണം. ലൂക്കയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 36 പറയുക, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രാർത്ഥന നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടുള്ളൊരു ജാഗ്രത സഹനാനുഭവങ്ങളിൽ നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ പ്രാർത്ഥിച്ച് നമ്മളെ ആ ഒരു തലത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുവാനായിട്ട് അവരൊക്കെ സഹായമായിട്ടുണ്ടെങ്കിലും നമുക്കും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു സഹനം വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു മോചനദ്രവ്യമായി ഈ ക്ലേശങ്ങളുടെ കാലഘട്ടങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയണം. ഒരു സഹനം ഉണ്ടാകുമ്പോൾ അത് ആരെയെങ്കിലുമൊക്കെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനായിട്ട് ആ സഹനത്തെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് കഴിയണം. വിലയില്ലാത്ത ഇതായിട്ട് കരുതാൻ പാടില്ല. യാക്കോസ്ലിയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 16 ഒരു വചനം പറയുന്നുണ്ട്, ജീവിതത്തിൽ നമ്മൾ സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ കൂടിയാണെന്ന് കൂടി തിരിച്ചറിയണം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ പരസ്പരം പാപങ്ങളേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തമായതും ഫലദായകമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മളിലേക്ക് കൂടെ തിരിയാനായിട്ട് തയ്യാറാകണം. ക്ഷമിക്കുവാനായിട്ടുള്ള ഏതെങ്കിലും മേഖലകളുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കുവാനായിട്ടുള്ള മേഖലകളുണ്ടെങ്കിൽ ഈ സഹന കാലഘട്ടം അത് ചൂണ്ടിത്തരുവാനായിട്ട് ദൈവം അനുവദിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരുമായി രമ്യതപ്പെട്ട് ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് കൃപകളായി മാറും, അനുഗ്രഹമായിട്ട് മാറും എന്ന് അനേകരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ഫലമണിയണമെങ്കിൽ നിഷ്കളങ്കമായ മനസ്സോടെ പ്രാർത്ഥനകൾ ഉയർത്തണം. സഹനങ്ങളുടെ നിമിഷങ്ങളിലും വെറുപ്പും വാശിയും വൈരാഗ്യവും വെച്ച് ചിലരോടൊക്കെ ഞാൻ ക്ഷമിക്കില്ല എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവിടെ അഭിഷേകം ഒഴുകിയിറങ്ങില്ല. അഭിഷേകം ഒഴുകിയിറങ്ങണമെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 8 പറയുക, ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു.
നീതിനിഷ്ഠമായ ഹൃദയത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ കരങ്ങൾ ഉയർത്തി കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ, സഹനത്തിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം തക്ക സമയത്ത് ഇടപെടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. കാരണം അത് ദൈവത്തിൻ്റെ സന്തോഷമാണ്. കാരണം വചനം പറയുകയാണ്, അത് നമ്മുടെ സഹനാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങണമെന്ന് ലോകത്തിൻ്റെ മേലും നമ്മുടെ മേലും ഒഴുകിയിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ എത്രയോ ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ട്. എത്രയോ ശുദ്ധീകരണ ആത്മാക്കൾ കരുണയുടെ ജപമാല പ്രാർത്ഥനയിലൂടെ ലോകത്തിലെ മനുഷ്യർ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഈ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കരുണയുടെ ജപമാല ചൊല്ലി എത്രയോ പേരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഫൗസ്റ്റീന ആയിരുന്ന മഠത്തിൽ ആ മഠത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സിസ്റ്റർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഫൗസ്റ്റീനയോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയാണ്. ഫൗസ്റ്റീന അവർക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. ഫൗസ്റ്റീന സഹനത്തിൻ്റെ പുത്രിയായിരുന്നുവെന്ന് നമുക്കറിയാം. കോൺവെൻറ്റിലായിരിക്കുമ്പോഴും ഈശോയുടെ കരുണയുടെ ആ അനുഭവം ഈശോയുടെ കരുണ ആവോളം അനുഭവിക്കുമ്പോഴും സഹനങ്ങൾ വിട്ടുമാറിയില്ലായിരുന്നു. ആ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഫൗസ്റ്റീന അതൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റി. അങ്ങനെ ഫൗസ്റ്റീന തിരിച്ചറിയുകയാണ്, ആ കോൺവെൻറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സിസ്റ്റർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഫൗസ്റ്റീന ആ സഹനങ്ങളെ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ആ സമയം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആ സമയം, കർത്താവിൻ്റെ ഒരു സമയം, ആ പ്രാർത്ഥന എത്രത്തോളം പ്രാർത്ഥന അവിടെ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു അത്രത്തോളം ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഒഴുകിയിറങ്ങിയപ്പോൾ ഈ സിസ്റ്ററിന് ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിടുതൽ കിട്ടിയതായിട്ട് ഈ ഫൗസ്റ്റീന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഹനങ്ങളിൽ മനസ്സ് പതറരുത്. ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തിട്ടും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ക്ലേശങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ നിരാശപ്പെടരുത്. ദൈവം നിന്നെ വലിയൊരു അനുഭവത്തിലേക്ക്, വലിയ വലിയ ബോധ്യങ്ങളിലേക്ക്, അനേക ആത്മാക്കളുടെ രക്ഷയിലേക്ക് നിന്നെ ഒരു ഉപകരണമാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സഹനങ്ങളിലും പ്രാർത്ഥനയിൽ വ്യാപരിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പ്രാർത്ഥന തേടാനായിട്ട് കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ അപരിമയമായ കരുണ, അപരിമയമായ കൃപ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ തലമുറകളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ തക്കവിധം നിൻ്റെ ജീവിതം അനുഗ്രഹമായ, അഭിഷേകമായ, പുണ്യമായ ഒരു ജീവിതമായിട്ട് മാറും. പരാതികളേറെ പറയാനുണ്ടായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ സ്വാർത്ഥത മൂലം ഒത്തിരിയേറെ സഹനങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. പരാതികൾ അവസാനിപ്പിച്ച് അവയൊക്കെ കൃപയാക്കി മാറ്റുവാൻ കരുണയുടെ പ്രാർത്ഥനകൾ ചൊല്ലി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചിലർ പറയും, അച്ഛാ, ഈ സഹനങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? മനസ്സുപോലും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന വചനമാണ് റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവേർപ്പോടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. സഹനങ്ങളുടെ നാളുകൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ടുള്ള നാളുകളാണെന്ന് തിരിച്ചറിയണം. അത് ഒരുപക്ഷെ മനോഹരമായ വാക്കുകളും വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. മനസ്സുപോലും ദൈവസന്നിധിയിൽ ഉയർത്താൻ പറ്റുന്നില്ലായിരിക്കാം. ആത്മാവ് ഒരുപക്ഷെ ബലഹീനമായ ശരീരത്തിൻ്റെ അവസ്ഥയായിരിക്കാം. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കാനായിട്ട് പറ്റാത്ത വിധം മനസ്സും ശരീരവും തളർന്ന അവസ്ഥയാണെങ്കിലും നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയുടെ ആണിപ്പാടുള്ള, തിരുമുറിപ്പാടുകളുള്ള അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ മുന്നിൽ നീ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം. ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കരുണയുടെ ചിത്രത്തിൻ്റെ മുമ്പിലിരുന്ന് ശാന്തമായിട്ടിരുന്നാൽ മതി. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ആ ചിത്രത്തെ നോക്കി നിൻ്റെ മനസ്സും ഹൃദയവും ഉയർത്തിയാൽ മതി. ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നിരുന്ന് ഒരുപക്ഷെ അവിടെ എന്ത് വിഷമം വരട്ടെ, ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും നീ അവിടെ ഇരുന്ന് കൃത്യസമയത്ത് അവിടെ ചെന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിയേ. അതൊരു തുടർച്ചയായ ഒരു ടൈം ടേബിളിൻ്റെ, ഒരു ജീവിതത്തിൻ്റെ ഒരു ടൈം ടേബിളാക്കി മാറ്റി നോക്കിയേ. നിൻ്റെ സഹനങ്ങളുടെ നാളുകൾ കൃപയുടെ നാളുകളാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു പ്രാർത്ഥന പോലും നീ ചൊല്ലണ്ട. വിശുദ്ധ കുർബാന കരുണയുടെ കൂടാരമാണ്. ആ കൂടാരത്തിൻ്റെ മുമ്പിൽ നീ ചെന്നിരിക്കണം.
അതോടൊപ്പം തന്നെ വിശുദ്ധ കുമ്പസാരം നീ സ്വീകരിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരുടെ മേലും ദൈവകരുണ ഒഴുകിയിറങ്ങണമെന്ന് ആഗ്രഹിച്ച് ഇടവിടാതെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിന്നെപ്പോലും നിൻ്റെ ചിന്തകളെപ്പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാനായിട്ട് സാധിക്കും. കാരണം പറയുന്ന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാൻ ഈ തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ ലണ്ടനിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സംഭവം, ഒരു സഹോദരനെ പോലെ പിന്നെ അവൻ മാറിയത് അവൻ്റെ ജീവിതത്തിലെ സഹനാനുഭവങ്ങളിൽ അവൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അനേകരുടെ പ്രാർത്ഥനകളിലൂടെ അവൻ്റെ സഹനാനുഭവങ്ങളെ അതിജീവിക്കുവാനായിട്ട് അവന് ബലം കിട്ടിയതും അവസാനം അവൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും നഷ്ടപ്പെട്ടതിനേക്കാൾ 100 ഇരട്ടിയായി ദൈവം കൃപകൾ കൊടുത്ത് അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതും ഞാൻ ഈ തിരുവചനത്തിൽ പറഞ്ഞത് നമ്മുടെ മനസ്സുകളിൽ ഏറ്റെടുക്കാം. നിൻ്റെ ജീവിതത്തിലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം ഇതുപോലെ നിന്നെയും ഉയർത്തും എന്ന് തിരിച്ചറിയണം. കാരണം റോമ 10:13 എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഓരോ കരുണക്കൊന്തയിലും നീ വിളിച്ചപേക്ഷിക്കുന്നത് അവൻ്റെ നാമമല്ലേ? പിതാവായ ദൈവത്തോട് നീ വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ ലഭിച്ച ആ കൃപകൾ ഒഴുകിയിറങ്ങുവാൻ തക്കവിധമുള്ള അവൻ്റെ നാമമല്ലേ നീ വിളിച്ചപേക്ഷിക്കുന്നത്? പ്രാർത്ഥനയിൽ ജാഗരൂകത പുലർത്തുക, നിരാശപ്പെടാതെ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ അവിടെ സർവ്വഭയങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. സങ്കീർത്തനം 34 സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ: ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഈ സങ്കീർത്തന വചനം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായി ദൈവം ഒരു ദിനം നിശ്ചയിച്ചിരിക്കുന്നു. സങ്കീർത്തനം 34:4 മുതൽ 6 വരെയുള്ള വചനഭാഗം ഇപ്പോൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ വചനമെടുത്ത് ധ്യാനപൂർവ്വം ഒന്ന് വായിച്ച് പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് കടന്നു വന്ന് കരുണക്കൊന്ത ചൊല്ലി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് തുടങ്ങുക. നിൻ്റെ സഹനങ്ങളെ ദൈവം അനുഗ്രഹവും കൃപയുമാക്കി മാറ്റും. ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമെന്ന് ഈ ദിനത്തിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഒപ്പം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 7 മുതലുള്ള വചനഭാഗം നീ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ച് ഈ തിരുവചനം കഴിഞ്ഞതിന് ശേഷം വായിക്കുക. ഈ 2 വചനഭാഗങ്ങൾ വായിച്ചിട്ട് അഭിഷേകത്തോടെ പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. കർത്താവ് നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. കർത്താവ് നിൻ്റെ സഹനങ്ങൾക്ക് കൃപയുടെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കും. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിൻ്റെ കരുണയിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും നിൻ്റെ കൃപയിൽ ഞങ്ങൾ വഴി നടക്കുമ്പോഴും ക്ലേശങ്ങളുടെ കാലഘട്ടങ്ങളും ക്ലേശങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നുവല്ലോ. ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളും വേദനകളും നൊമ്പരങ്ങളും അത് കൃപകളാക്കി മാറ്റുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാനും പ്രാർത്ഥനയിൽ വളരുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രാർത്ഥനയുടെ സാന്നിധ്യമായി മാറുവാനും വേണ്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിരാശപ്പെടാതെ പ്രത്യാശയോടെ ഞങ്ങൾ നിൻ്റെ മുഖം നോക്കി നിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും കൃപകൾ നേടിയെടുക്കുവാനും ഈ ക്ലേശകാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിതം നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പ്രാർത്ഥനയ്ക്കുവാൻ ശിഷ്യന്മാരെ സഹായിച്ച, ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയ, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അവർക്ക് ബലമായി നിന്ന പരിശുദ്ധ മറിയമേ, വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങുവാനും മാതാവേ അവരെയും നീ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.